ഈ മത്തങ്ങയും കൊണ്ട് എവിടെ പോകണമെന്നായിരിക്കും. ഇത് നമ്മുടെ പറമ്പിലുണ്ടായ മത്തനാണ്. അത് നന്നായി കട്ട് ചെയ്ത് കഴുകി അതൊരു അടുപ്പിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് വെച്ചൊരു അടാറായിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. നിങ്ങളിത് കണ്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കണം കേട്ടോ. അപ്പം എന്തേ ഞാനൊരു ചെറിയ ജാറിൽ ചെറിയ ജീരകം ചുക്ക് ഏലക്കയും കൂടെ ഇട്ട് നന്നായിട്ട് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അരി വറുത്ത് പൊടിക്കുക എന്നുള്ളതാണ്. ഇതിന് ചേർക്കേണ്ട ഒരു മെയിൻ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് അരി വറുത്ത് പൊടിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ അരി നേരത്തെ തന്നെ വറുത്ത് വെച്ച് ചൂടാറിയതിന് ശേഷം അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പൊടിച്ചൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് തേങ്ങ തിരികണം കേട്ടോ. നന്നായിട്ട് തേങ്ങയൊക്കെ തിരികി അത് മാറ്റി വെച്ചു. പിന്നെയുള്ളത് നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്തെടുത്ത മത്തൻ അതൊന്ന് ചെറിയ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കി എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ അരി വറുത്തതായി, മത്തനായി, ശർക്കരപ്പാനിയായി, തേങ്ങയായി, ചുക്കും ജീരകവും ഏലക്കയൊക്കെ പൊടിച്ച്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു സ്ഥലത്തോട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ളത് ഒരു നല്ല കട്ടിയുള്ള ഒരു ഉരുളി എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് തേങ്ങ ഇട്ട് ഈ നെയ്യിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലോട്ട് ഒഴിക്കുക കേട്ടോ. അപ്പോൾ അത് ബ്രൗൺ കളർ ആകുന്നത് ഒരുപാട് ഒന്ന് മൂത്ത് പോവാണ്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെയുള്ളത് മതി കേട്ടോ. അപ്പോൾ നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണേ. ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് മൊത്തത്തിലൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. ഈ തേങ്ങയും ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങയുടെ പേസ്റ്റ് ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്ത ഒരു ഐറ്റം ചേർക്കുകയാണ്. നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച അരിപ്പൊടിയില്ലേ, അരി വറുത്ത് പൊടിച്ച സാധനവും കൂടി ഇതിനകത്തൊന്ന് ചേർത്ത് ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ലതുപോലെ ഇളക്കിയെടുത്ത് ഈ ഒരു പരുവാവും. അപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും ചുക്കും ജീരകവും എല്ലാം ഇടയ്ക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇത് മത്തങ്ങയാണെന്ന് പറയില്ല. അത് ഞാൻ ചേട്ടന് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. കഴിച്ചിട്ട് എനിക്ക് നല്ലൊരു അഭിപ്രായമാണ് കേട്ടോ കിട്ടിയത്.